രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അയോധ്യ. ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് മുൻപുള്ള വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തുവന്നു. ചടങ്ങിലേക്ക് രാമജന്മഭൂമി കേസിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്ക് ക്ഷണമുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം റിസർവ് ബാങ്ക് അവധി പ്രഖ്യാപിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ബാലു, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിൽ എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? അഞ്ജിത, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത്. അയോധ്യയിലെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന രാംലല്ല വിഗ്രഹം പൊതുജനങ്ങൾക്ക് ഇന്നുകൂടി മാത്രമായിരുന്നു ഈ രാംലല്ല വിഗ്രഹത്തിൽ തൊഴാൻ വേണ്ടിയുള്ള അവസരമുണ്ടായിരുന്നത്. ഇന്ന് 7 മണിയോടുകൂടി രാംലല്ല വിഗ്രഹത്തിലേക്കുള്ള അവസാന ആരതിയും പൂജയും ആരതിയും നടത്തിയതിന് ശേഷം ആ രാംലല്ല വിഗ്രഹം പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റുന്ന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇവിടേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിട്ടില്ല. പക്ഷേ നിരവധി പേർ ഇന്ന് രാവിലെ മുതൽ, കാരണം അവസാനമായി പഴയ രാംലല്ല വിഗ്രഹം നിലവിൽ പൂജിക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാനുള്ള അവസാനത്തെ അവസരമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പേരായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അകത്തേക്കുള്ള ക്ഷേത്രത്തിന് ഉള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നില്ല എങ്കിൽ കൂടിയും നിരവധി പേർ ഇപ്പോഴും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നാളെ രാവിലെ മുതൽ ഇതിലേക്ക് ഈ പൊതുജനങ്ങളെ മറ്റും പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രവേശനം നൽകില്ല എന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത്, അതായത് പുതിയ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി ഈ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹത്തിൽ ഉള്ള അഭിഷേകങ്ങളും പൂജകളുമായിരുന്നു. ഇന്നലെയായിരുന്നു ഈ ഗർഭഗൃഹത്തിൽ ഈ വിഗ്രഹം സ്ഥാപിച്ചിരുന്നത്. തുടർന്ന് അതിലുള്ള ഈ അഭിഷേകങ്ങളും അതുപോലെ തന്നെ പൂജകളും മറ്റും പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ വിഗ്രഹത്തിൻ്റെ ഇന്നലെ സ്ഥാപിച്ച വിഗ്രഹത്തിൻ്റെ ചിത്രം ഇന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. നേരത്തെ ഈ ചിത്രം ജനുവരി 22-ന് ശേഷം, അതായത് പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഈ ദൃശ്യങ്ങൾ പുറത്തു വിടുകയുള്ളൂ എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ ചിത്രം പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മറ്റും അറിയിക്കുന്നത് ഈ ഗർഭഗൃഹത്തിലെ ഈ വിഗ്രഹം കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അയോധ്യയിൽ നിന്ന്